പാരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കൽ വിധി നടപ്പാക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. കോടതി വിധിയെ സർക്കാർ അനുസരിക്കുകയാണ് വേണ്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. കുടിയൊഴിപ്പിക്കലിൽ സാങ്കേതിക പറയുകയല്ല വേണ്ടത് എന്ന് സർക്കാരിനോട് ഹൈക്കോടതി പറയുകയാണ്. കോടതി വിധിയുടെ ശക്തിയെ ഇല്ലാതാക്കുന്ന നടപടിയാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നു. കോടതി വിധി സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. സർക്കാർ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ നേരെ പോലീസിന്റെ നരവേട്ട നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പാരിയത്തുകാവിൽ നിന്ന് അർച്ചന കൂടി എന്നോടൊപ്പം ചേർന്നു. അതോടൊപ്പം തന്നെ ഉമേഷിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന്. അർച്ചന, ഇപ്പോൾ ഈ വിധി നടപ്പാക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി സർക്കാരിനോട്. അത് സർക്കാരിന് അത് ചെയ്യാതെ മറ്റൊരു ഒരു കാര്യവും അനുവദിക്കില്ല എന്ന് കോടതി കടുപ്പിച്ച് പറയുകയാണ്. സമരസമിതി ഈ വിവരം അറിഞ്ഞോ? എന്താണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? മനു, വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി എന്തായിരിക്കും, അല്ലെങ്കിൽ സർക്കാർ എന്തായിരിക്കും വാദങ്ങൾ അവിടെ നിരത്താൻ പോകുക എന്നൊക്കെ പ്രതീക്ഷയോടെ തന്നെയാണ് ഇവിടുത്തെ കുടുംബാംഗങ്ങൾ കാത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പ്രതീക്ഷ നൽകുന്ന വിധിയല്ല, അല്ലെങ്കിൽ ഒരു വാദമല്ല ഉണ്ടായതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇവിടെ നിന്നും അവരെ ഒഴിപ്പിക്കണം, സർക്കാരിന് ഹൈക്കോടതി അനുസരിക്കണം എന്ന രീതിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ. അതേസമയം തന്നെ സമരസമിതി ഇതുമായി ശക്തമായി പ്രതിരോധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും ഇതിൽ ഇനി 2 ആഴ്ച സാവകാശം മാത്രമാണ് നൽകിയിരിക്കുന്നത്. അല്ലാതെ ഇത് ഒഴിപ്പിക്കുന്ന രീതിയിലേക്ക് കടക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ ഹൈക്കോടതിയുടെ വിധി അനുസരിക്കണം എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. സമരസമിതി എന്തായാലും പ്രതിരോധം തീർക്കാൻ തന്നെയാണ് നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ സമരസമിതി ചെയർമാൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ സാവകാശം മാത്രമാണ് നൽകിയിട്ടുള്ളത്, പക്ഷേ കോടതി വിധി നടപ്പാക്കണം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഞങ്ങൾ കോടതി വിധിയെ അംഗീകരിക്കുന്നു. കോടതി വിധിക്കെതിരെ വർത്തമാനം പറയുന്നില്ല. ഈ സമരവുമായി മുന്നോട്ട് പോകും. ഇവിടുത്തെ ആളുകളുടെ ആവശ്യം ഇവരെ കുടിയിറക്കരുതെന്നുള്ളതാണ്. ആ ആവശ്യത്തിന്മേലാണ് CPM-ഉം അതുകൊണ്ട് തന്നെ നാട്ടിലെ ജനങ്ങളാകുന്നത്. അതുകൊണ്ട് ആവശ്യം അംഗീകരിച്ച് കിട്ടുന്നതുവരെ സമരവും മറ്റ് നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതല്ലാതെ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യവും ആവശ്യവും. അതിന് വ്യത്യസ്തമായിട്ട് പെരുമാറുമ്പോൾ അതനുസരിച്ചുള്ള സന്ദർഭത്തിൽ അതങ്ങനെ കൈകാര്യം ചെയ്യാനാണ് വേണ്ടി. കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ തരത്തിലല്ല ഉദ്ദേശിക്കുന്നത്. അത് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ പ്രശ്നം തീർക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വേറെ എന്തെങ്കിലും ഫോർമുല ഉണ്ടെങ്കിൽ അപ്പം ആലോചിക്കും. എന്തായാലും ഈ പ്രതിരോധം തന്നെ തുടരും. 2 ആഴ്ചക്കാലല്ലേ ഇടവേള വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് പോയി സമരം ഇവിടെ നിർത്തിവെച്ചിട്ട് അടുത്ത ദിവസം തന്നെ വീണ്ടും സമരത്തിന് ആവശ്യമായ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് സമരം മുന്നോട്ട് കൊണ്ടുപോകും. എന്തായാലും ഇത് തന്നെയാണ് സമരസമിതിയുടെ നിലപാട്. അതായത് സമരവുമായി മുന്നോട്ട് പോകും, അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. കാരണം ഒരു അനുകൂലമായ നിലപാട് അല്ലെങ്കിൽ അനുകൂലമായ വിധിയല്ല ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. മാത്രമല്ല, കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ 19 ഏക്കർ 60 സെന്റ് സ്ഥലം അളക്കുക എന്താണ്. ഇത് പുറമ്പോക്ക് സ്ഥലമാണ്. അത് അളന്ന് തിട്ടപ്പെടുത്തി ഈ 2 ഏക്കർ 60 സെന്റ് സ്ഥലം അതെവിടെയാണ് എന്ന് കണ്ടെത്തുകയാണ്. മാത്രമല്ല, ഇതിന് പട്ടയം ഉൾപ്പെടെ അനുവദിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, ഈ മണ്ണ് വിട്ട് ഇവർ എങ്ങോട്ടും പോകില്ല. ഇത് കാലങ്ങളായി അവർ താമസിക്കുന്ന സ്ഥലമാണ്. ഏകദേശം 4 തലമുറയോളം താമസിച്ച സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടം വിട്ട് എങ്ങോട്ടും പോകില്ല. പുനരധിവാസമല്ല, ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി പട്ടയം നൽകുക എന്നൊരാവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ സമരസമിതി ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സാവകാശം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കോടതി വിധി നടപ്പിലാക്കണമെന്നാണ് സർക്കാർ പറഞ്ഞത്. ഞങ്ങൾ അത് തന്നെയാണ് നേരത്തെ മുതൽ പറയുന്നത്. ഈ വിധിയെ മറികടക്കണമെങ്കിൽ 19 ഏക്കർ അളന്ന് തിട്ടപ്പെടുത്തണം. അത് അളക്കുമ്പോൾ സ്വാഭാവികമായി അതിനകത്ത് ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യർ ഇപ്പോഴും പട്ടയമില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പട്ടയം ലഭിക്കുകയും അതോടൊപ്പം ഈ മനുഷ്യരെ നമുക്ക് സംരക്ഷിക്കാനും സാധ്യമാകുമെന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞാണ് ഞങ്ങൾ അതുമായി മുമ്പോട്ട് പോയത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. എന്നാൽ ദൗർഭാഗ്യവശാൽ അതിൽ നിന്ന് കിടക്കുകയാണ്. അത് പൂർത്തീകരിക്കപ്പെട്ടാൽ മാത്രമേ ഈ വിധിയെ മറികടക്കാൻ വേണ്ടി സാധ്യമാവും. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി ഇങ്ങനെ ഇത്തരത്തിൽ 2 ആഴ്ചയ്ക്ക് ശേഷം ഇത് നടപ്പാക്കണം എന്ന് വന്നു എന്ന് നിങ്ങൾ വഴി ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. ഏതായാലും ഞങ്ങൾ സമരസമിതി കൂടി ആലോചിക്കും. ഒറ്റ കാര്യമാണ് സമരസമിതി എന്നുള്ള നിലക്ക് ആണയിട്ട് പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതി വിധികളെല്ലാം ഞങ്ങൾ മാനിക്കുമ്പോൾ തന്നെ ഈ പാവപ്പെട്ട മനുഷ്യരെ ഈ മണ്ണിൽ നിന്ന് കുടിയിറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കും എന്ന് തന്നെയാണ് സമരസമിതിയുടെ ഭാഗമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. മന്ത്രി യോഗത്തിൽ പറഞ്ഞത് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി ഉണ്ടായില്ലെങ്കിൽ ഇവരെ പുനരധിവസിപ്പിക്കുന്നതാണ്. പക്ഷേ ഈ കുടുംബങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് ജനിച്ച മണ്ണിൽ നിന്ന് ഞങ്ങൾ പോകില്ല എന്ന്.
നോക്കൂ, ഈ സമരസമിതി രൂപപ്പെട്ടത് ഈ സമരത്തിനകത്ത് പ്രതിസന്ധിയിലാകപ്പെടുന്ന ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. ആ കുടുംബങ്ങളുടെ നിലപാടാണ് രാവിലെ അവർ പറഞ്ഞത്. ഈ മണ്ണിനകത്ത് അവർ ഇറങ്ങേണ്ടതില്ല. അതിൽ പ്രസക്തമായിട്ടുള്ള കാര്യം അവർ പറഞ്ഞത്, ഞങ്ങൾ സർക്കാർ പുറമ്പോക്കിനകത്താണ്, ഞങ്ങൾ എന്തിനു വേണ്ടി വ്യക്തിപരമായി ഒരു കക്ഷി കൊടുത്ത കേസിന്റെ വിധിയുടെ ഭാഗമായി ഇറങ്ങണം എന്നുള്ളതാണ്. ആ കുടുംബങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് സമരസമിതിയെ സംബന്ധിച്ച്. സമരസമിതിക്ക് ഈ സമരത്തിനകത്ത് പ്രത്യേക മറ്റ് താല്പര്യങ്ങളൊന്നുമില്ല. അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരോടൊപ്പം അവസാനം വരെ ഈ സമരസമിതി ഉണ്ടാകും എന്നുള്ളതാണ്. മനോജ് തന്നെയാണ് സമരസമിതിയുടെ നിലപാട്. അതായത് നേരത്തെ മന്ത്രി ഈ യോഗത്തിൽ പറഞ്ഞത്, ഇത്തരത്തിൽ അനുകൂലമായൊരു വിധി ഉണ്ടായില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ പുനരുദ്ധരിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ്. പക്ഷേ അത് വേണ്ട എന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാരണം അവർ കാലങ്ങളായി താമസിക്കുന്ന മണ്ണാണ്, അത് മാത്രമല്ല ഇതൊരു പുറമ്പോക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുക എന്താണ് അവർ പ്രധാനമായി മുന്നോട്ട് വെച്ച ആവശ്യം. ആ ആവശ്യം പരിഗണിക്കുന്നത് വരെ, അല്ലെങ്കിൽ അവർക്ക് നീതി നടപ്പാക്കുന്നത് വരെ ഈ പോരാട്ടം തുടരും. ആ പോരാട്ടത്തിന് സമരസമിതിയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും. ഇവിടെ വലിയൊരു പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ഈ സമരം ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.